നമസ്കാരം, രതീഷ് ജാൽമനാണ് കേട്ടോ. ഇന്ന് 2020 ഡിസംബർ മാസം 20 ശനിയാഴ്ച മൂലം നാളാണ്. ഇന്നലെ രാത്രി 10:51 തുടങ്ങി ഡിസംബർ 21 ഞായറാഴ്ച പുലർച്ചെ 1:21 വരെയാണ് മൂലനാൾ. എൻ്റെ ചാനൽ യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തൊപ്പം കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി കേട്ടോ. ഇന്ന് 30 ശനിയാഴ്ചയാണ് ധനുമാസത്തിലെ. അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് എള്ളുതിരി നീരാഞ്ജനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ശനിദോഷം, ഏഴരശനി, കണ്ടകശനി, അഷ്ടമശനി എന്നൊക്കെ പറഞ്ഞിട്ട് ദുരിതങ്ങൾ നമ്മളുടെ ജാതകത്തിലെ ഓരോരോ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന എള്ളുതിരി, നിരത്തല, അതുപോലെ തന്നെ നീരാഞ്ജനം, ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത്, എള്ളുപായസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും, ഈ എള്ള് പായസമൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ആയുസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല എനിക്ക്. കാരണം സ്ഥിരമായിട്ടുള്ള നമ്മളുടെ വിശ്വാസവും ഭക്തിയും എല്ലാം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ മുമ്പിൽ എന്തൊരു പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്യാമെന്നുള്ള നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വാസം, ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നാമം ചൊല്ലുന്നതും ക്ഷേത്ര ദർശനം ചെയ്യുന്നതൊക്കെ ഒരു പരിധി വരെ കേട്ടോ. പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ ഒന്നിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതിലൊരു കാര്യം മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.